ഹലോ. അപ്പോൾ ഇത് നമ്മുടെ ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു. മഞ്ഞുകാലമല്ല, അതുകൊണ്ട് തന്നെ അധികം മഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു വേഗം റെഡിയാവാം, എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പക്ഷേ ഊട്ടിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലം ഞങ്ങൾ ഒരുപാട് തപ്പി നടന്നു, എവിടെയും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. പിന്നെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയേ, എന്തൊരു പച്ചപ്പാന്നറിയോ. അപ്പോൾ ദേ ആ പച്ചപ്പിനെ പറ്റിയാണ് കേട്ടോ ഞാനും പറഞ്ഞത്. ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പൂക്കളുടെ സീസണാണല്ലോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മുടെ ഇതുവരെ എവിടെയും കാണാത്ത തരത്തിലുള്ള പൂക്കളൊക്കെ ഇവിടെ ഊട്ടിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടുപിടിച്ചു. അവിടെ നിന്നൊരു ചായയും വടയും മാത്രം കഴിച്ചു. അതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവിടെ നിന്ന് നോക്കി നിന്നപ്പോഴാണ് ഞങ്ങൾ നല്ലൊരു കാഴ്ച കണ്ടു. ദേ ആ കാണുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ, അതായത് ഊട്ടിയിലെ മെഡിക്കൽ കോളേജാണ് കേട്ടോ. അത് എന്തൊരു ഭംഗിയല്ലേ. ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ പോലെ നിങ്ങൾക്ക് തോന്നിയോ? എനിക്കും തോന്നി. പിന്നെ എല്ലാവരും പോകുന്ന ഒരു കോമൺ പ്ലേസിലേക്കൊന്നും പോകണ്ട, വേറെ എവിടെയെങ്കിലും പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് ഹങ്കർ ഫുഡ് എസ്റ്റേറ്റിലേക്കാണ്. അത് ഞങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ആ പോകുന്ന വഴി അത് പറയേണ്ടല്ലോ, ഊട്ടിയിലെ എല്ലാ വഴികളും അടിപൊളിയാണ്. അപ്പം ആ വഴികളൊക്കെ നിങ്ങളും കൂടി ഒന്ന് കാണും കേട്ടോ. ഇത് പിന്നെ ആ വഴിക്ക് ഞങ്ങളും ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. ഞങ്ങൾ സത്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കാം. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവസാനം നമ്മുടെ പ്ലേസ് എത്തി, ഹങ്കർ ഫുഡ് എസ്റ്റേറ്റ്. ഒന്നും പറയാൻ വയ്യ, പച്ചപ്പിൽ മൂടി നിൽക്കുന്ന ഒരു ബംഗ്ലാവാണത്. ദേ ആ കാണുന്ന പാലത്തിലൊക്കെ കയറി ഒരുപാട് ഫോട്ടോ എടുക്കാം എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അതിപ്പോൾ അടച്ചേക്കുവാണ് കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് അതിന് തൊട്ട് 2-3 മാസം മുമ്പ് ആരൊക്കെയോ അവിടെ വന്നിട്ട് കള്ളു കുടിച്ചിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അത് ഗവൺമെൻറ് ഇപ്പം അത് ലോക്ക് ചെയ്തു, സീൽ ചെയ്തു, ആർക്കും എൻട്രൻസ് ഇല്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അകത്തേക്ക് കയറാൻ പറ്റില്ലെങ്കിലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഭയങ്കര വിഷമം തോന്നി, ഒരുപാട് ലോങ് ആയിരുന്നു ഇത് ഊട്ടിയിൽ നിന്നും. പിന്നെ എന്ത് ചെയ്യാൻ, കിട്ടുന്ന വഴികളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഹങ്കർ ഫോർട്ടിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് പ്ലേസ് ഞങ്ങൾ അവലാഞ്ചി പോകാൻ തീരുമാനിച്ചു. അതൊരു സൂപ്പർ ഡിസിഷനായിരുന്നു കേട്ടോ. എന്തായാലും അതൊരു അഡ്വഞ്ചറസ് ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ഫേമസ് സ്കൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഗുഡ് ഷെപ്പേർഡ്. നമ്മുടെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ ഫിലിം സ്റ്റാർസിൻ്റെ മക്കളൊക്കെ എവിടെയാണ് പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്ര ഏക്കറിലാണ് ആ സ്കൂളിലുള്ളത് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ. ഒരുപാട് ദൂരം ആ സ്കൂളും അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും തന്നെയായിരുന്നു. പിന്നെ ഇതാണ് അവലാഞ്ചിയിലെ കാഴ്ച കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി, ഇവിടെ വരാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ് ബെസ്റ്റ് ഡിസിഷൻ.
പിന്നെ ഇത് ആ കാണുന്ന അവലാഞ്ചി ലേക്കിലേക്ക് പോകണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഗൂഗിൾ ചേച്ചിനോടൊക്കെ ചോദിച്ച് മാപ്പൊക്കെ ഇട്ട് പോയെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല കേട്ടോ. അതൊരു എന്താ പറയുക, ഇവിടുന്ന് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതിലേക്ക് പോകേണ്ട റൂട്ട് മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഒരു ഡാമിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയായിരുന്നു ഒരുപാട് അന്വേഷിച്ചിട്ട്, പക്ഷെ അവിടുന്ന് അവർ എൻട്രി ഇല്ല, അതിപ്പം എൻട്രി നിർത്തിയേക്കാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ഥലത്ത് ഞങ്ങൾ എത്തിയത് എങ്ങനെയാണെന്നുള്ള കഥ ഇതിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു പ്ലേസിൽ തന്നെ ഞങ്ങൾ 2-3 തവണ റിട്ടേൺ അടിച്ച് വന്നു. പിന്നെ ഇത് ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയല്ലോ, ഡാം അടച്ചെങ്കിൽ ശരി, ഇവിടെ നിന്നൊരു വീഡിയോ എടുത്ത് വെച്ചേക്കാം ഒരു മെമ്മറിക്കെന്ന് കരുതി ഞങ്ങളിങ്ങനെ അഭിനയിച്ച് നടക്കുവാണ് കേട്ടോ. അഭിനയമായിട്ട് തോന്നിയില്ലല്ലോ, അഭിനയമേ അല്ല. പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ക്യാരറ്റ് തോട്ടത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഊട്ടി പോയിട്ടുണ്ടെങ്കിലും ക്യാരറ്റ് ഫാമിൽ പോയിട്ടില്ല. ഇത് ഞങ്ങൾ അവിടെ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റ് എടുക്കുകയാണ്. ആ സന്തോഷം എൻ്റെ മുഖത്ത് കാണാനില്ലേ. പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഡാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വെള്ളമുണ്ട്. തിരിച്ച് ഊട്ടി ഞങ്ങൾ വരവേറ്റത് ഇങ്ങനെയാണ്. നല്ല മഴ, പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു. ഒന്നാമതേ തണുപ്പുണ്ട്, പിന്നെ മഴയും. അമ്പലം എൻ്റെ വീക്ക്നെസ് ആയിരുന്നെങ്കിലും ഞങ്ങൾ ഫുൾ കറങ്ങി ടയേർഡായി വന്നതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറി പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല. അതിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല, തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇതാ വഴി കണ്ടൊരു വീടാണ്. അപ്പോൾ